ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ നമ്മൾ ഒന്നുകൂടി. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കട്ടെ. നമ്മൾ എടുത്തിരിക്കുന്ന ദാനിയേൽ 12-ാം അധ്യായമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ 2ാം വരവിന് മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോഴും വളരെ ഭയത്തോടെയും വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ദൈവഭക്തിയോടെ നമുക്ക് വായിക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ ദൈവം വളരെ വ്യക്തമായി അതിൽ ഓരോ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ആകെ നമുക്ക് 12 അധ്യായങ്ങൾ കാണുന്ന ഈ ദാനിയേൽ പ്രവചനത്തിൽ ഇത്രത്തോളം വളരെ അഗാധമായി വളരെ ആഴമായ ദൈവം ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് അടുക്കുവാനാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നമുക്ക് കർത്താവിന് 2ാം വരവുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ അതിനോട് അനുരൂപപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് സ്നേഹിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയ ദൈവസന്നിധിയിൽ ആ 2ാം വരവിൽ എടുക്കപ്പെടാൻ യോഗ്യരാകി തീരണം എന്നുള്ളതാണ് ഈ അധ്യായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ 12-ാം അധ്യായം അവസാനത്തെ അധ്യായത്തിൽ നമുക്ക് അങ്ങനെ പ്രകാരം ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. 20 ആഴ്ചവട്ടം അല്ലെങ്കിൽ മഹോദ്രവകാലം, 7 വർഷക്കാലം, അങ്ങനെ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ഈ അധ്യായങ്ങൾ പഠിക്കാം. ഇതിൻ്റെ അവസാന വാക്യങ്ങളൊക്കെയും ഈ 7 മഹോദ്രവകാലത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കും. അതായത് അതിൻ്റെ 11-ാം വാക്യം, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്തു ജീവിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ അത്രത്തോളം നമ്മൾ പഠിക്കുമ്പോൾ ഈ 7 വർഷക്കാലത്തിനിടയ്ക്ക് 3.5 വർഷക്കാലം, അതിനുശേഷം 3.5 വർഷക്കാലം, അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് മഹോദ്രവകാലത്തെ കാണുവാൻ സാധിക്കും. അത്രത്തോളം ദൈവസന്നിധിയിൽ കാത്ത് ജീവിക്കുന്നതിന് ഭാഗ്യവാൻ. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇത് ദാവീദിനോടായി ദൈവം പറയുന്ന ഒരു വാക്യമാണ്. ദാനിയേലിനോട് ദൈവം പറയുന്ന ഒരു വാക്യമാണ്. ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യുക, നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. കാലത്തിന്റെ അവസാനം ഇതൊക്കെ സംഭവിക്കും. ഇതിനു ശേഷം ഒരു അവസാനമുണ്ട്. അന്നേരം നീ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് ദാനിയേലിനോടായിട്ട് ദൈവം പറഞ്ഞ് മുദ്രയിടുന്ന ഒരു അധ്യായമാണിത്. ഇത് ദാനിയേലിനോട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു കാര്യം ദാനിയേലിനോട് പറയുവാൻ ദാനിയേൽ ദൈവസന്നിധിയിൽ, അപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നിനക്കൊരു ഓഹരി ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവനോട് പറഞ്ഞത്, നീ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓഹരി വാങ്ങിക്കാനുള്ള ഒരു പ്രതിഫലം വാങ്ങിക്കാനുള്ള ഒരു പ്രാപ്തി, അർഹത ദാനിയേലിനുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് മറ്റൊന്നുമല്ല, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മളെ തന്നെ നമ്മുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കാമോ ഈ ചോദ്യം? അല്ലെങ്കിൽ ദൈവം ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കും ഏറ്റെടുക്കാനുള്ള യോഗ്യതയുണ്ടോ? കർത്താവിന് 2ാം വരവുണ്ട്. നമ്മുടെ ദൈവം നമ്മളൊക്കെയും പ്രതീക്ഷിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒരു വീടായി, കാറായി, അല്ലെങ്കിൽ എൻ്റെ മക്കളെ വിവാഹം ചെയ്ത് വിട്ടു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡെസ്റ്റിനിയായി, ഞാൻ ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ഇപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഞാൻ എത്രത്തോളം എടുത്തു, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ എയിം കർത്താവിന് 2ാം വരവിൽ എടുക്കപ്പെടുക, അല്ലെങ്കിൽ മരിച്ചുപോയ ശേഷമാണെങ്കിൽ അവൻ്റെ മേഘപ്രത്യക്ഷത്തിൽ അവനോടുകൂടി എടുക്കപ്പെടുക. ഇതാണ് നമ്മുടെ ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മളുടെ ലക്ഷ്യം. നമ്മൾ ഈ കാലഘട്ടത്തിൽ എത്ര പേര് ഈ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മളെ തന്നെ ചിന്തിച്ചു നോക്കുക, എത്ര പേര് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഭാവിയെ പറ്റി ചിന്തിക്കുന്നവരാണ്. നാളെ അല്ലെങ്കിൽ എൻ്റെ എക്സാം പാസ്സാകുമോ, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിപ്പെടുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി കരസ്ഥമാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇപ്രകാരമായി തീരുവോ, അല്ലെങ്കിൽ എൻ്റെ ഭാവി ഇപ്രകാരമായി തീരുവോ എന്നൊക്കെ വ്യാകുലപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ 2ാം വരവിൽ എടുക്കപ്പെടുവോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഞാൻ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ യോഗ്യതയുള്ളവളാണോ എന്ന് ഓരോ ദിവസവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
നമ്മുടെ ഓരോ ദിവസമുള്ള ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അത് മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. പലപ്പോഴും അതിനെ മറന്ന് ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഈ ദിവസങ്ങളിൽ ഈ ദാനിയേലിനോട് പറഞ്ഞതുപോലെ നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്നെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും എന്നൊരു വാക്ക് ഈ ദിവസങ്ങളിൽ സ്വന്തമായി ദാനിയേലിനോട് പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും അത് ഏറ്റെടുക്കാൻ യോഗ്യതയുള്ളവരാണോ എന്ന് ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവിന് രണ്ടാം വരവുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. അന്ന് ആ മുദ്ര പൊട്ടിക്കും. ഈ ദിവസങ്ങളിൽ അപ്രകാരം ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ കൈവിട്ടു പോകപ്പെടുമോ, അല്ലെങ്കിൽ ദൈവസന്നിധി വിട്ട് നിങ്ങൾ അകന്നു പോകുമോ? ആ മഹോദരവ കാലത്തിൽ നമ്മൾ പെട്ടുപോകുമോ? അന്ത്യക്രിസ്തുവിന്റെ വരവിൽ നമ്മൾ അവനെ എതിരേൽപ്പാൻ നമ്മൾ അവന്റെ കൂടെ ആയി പോകുമോ? അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ അവൻ മേഘത്തിൽ വരുമ്പോൾ ആ ഒരു രണ്ടാം വരവിൽ അവന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ എന്തൊക്കെ നേടിയാലും ഈ ഒരു നേട്ടം, ഈ ഒരു ശബ്ദം നമ്മൾ കേൾക്കാതെ പോയാൽ, നമ്മൾ എന്തൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയാലും, എന്തൊക്കെ ഈ ഭൂമിയിൽ നേടിയെന്ന് പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ തന്നെ അധ്വാനിച്ചെന്ന് പറഞ്ഞാലും പ്രിയ ദൈവമക്കളെ, ആ ഒരു ശബ്ദം നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ ഈ ലോകത്തിൽ നമുക്ക് ഇതിൽ പരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഒന്നുമില്ല. നമ്മൾ ഇത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു എന്നുള്ളതല്ല, എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി ചെയ്തു എന്നുള്ളതല്ല. ഈ ദിവസങ്ങളിൽ അന്ത്യനാളിൽ ആ ശബ്ദം, ആ ദൈവശബ്ദം, ആ കാഹളധ്വനി കേൾപ്പാൻ നിനക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീ ചെയ്തതും അധ്വാനിച്ചതും ഓടിയതും ഒക്കെ വൃഥാവാകും. ഈ ദിവസങ്ങളിൽ ആ ഒരു ശബ്ദം കേൾപ്പാൻ, എപ്രകാരം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നമ്മളൊന്ന് ഒരുങ്ങുക. കർത്താവിന് രണ്ടാം വരം ഉണ്ട്. ആ രണ്ടാം വരം എടുക്കപ്പെടുക, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അത് മനസ്സിലാക്കി ഓടാൻ നമ്മൾ ശ്രമിക്കുക. പലപ്പോഴും ഈ ലോകത്തിൽ നേടേണ്ടതൊക്കെ നമുക്ക് നേടാൻ സാധിക്കാതെ പോയാൽ അതിനെ വിട്ടേക്കുക. അതല്ല നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആ സ്വർഗ്ഗ സിയോനാണ്. ആ മുത്തു പളുങ്ക് പോലുള്ള ആ നാട്, ആ കുഞ്ഞാട് വിളക്കാട്ടുള്ള നാട്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യം, പദവിയാണ്, ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ആ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന പോലെ അത്രത്തോളം ശ്രേഷ്ഠനായ ദൈവത്തോടു കൂടി വസിക്കുക. 24 മൂപ്പന്മാരും സർവ്വസമയം വീണ് വണങ്ങി ആരാധിക്കുന്ന ആ ദൈവത്തെ ഒന്ന് നേരിൽ കാണുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ചെയ്യും. ഈ ദിവസങ്ങൾ എൻ്റെ പ്രിയ ദൈവമക്കൾ, നമുക്കും അതിനായി ഒരുങ്ങാം. അത് നമ്മുടെ ലക്ഷ്യമായി തീരട്ടെ. ആ ശബ്ദം കേൾക്കാൻ യോഗ്യതകളായി നമുക്ക് മാറാം. ഈ ദിവസങ്ങളിൽ വചനം വളരെ ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. യോജന ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.